പ്രവീൺ റോസ് എസ്തർ എന്ത് പറയുന്നു? നല്ല പറയും. നല്ലത് പറയുന്നു. ഞങ്ങൾ നല്ലത് മാത്രം പറയുന്ന ആളുകളാണ്. അനുഗ്രഹിച്ച് നല്ലത് പറഞ്ഞു. അനുഗ്രഹിച്ച്. What are you up to today? പാട്ടുപാടാൻ. ഏത് പാട്ട്? പാട്ട് പാടാനാണ് ഇവിടെ വരിക സാധാരണ. ഏതാ പാട്ട്? പാട്ട് മറന്നോ? നീല നിലാവേ നീ കേഴുകയാണ്. നീല നിലാവേ നീ കേഴുകയാ അല്ലെ? നീ കേഴുകയാണോ? ഇത്തരം പാട്ടാണ്. മോഹൻ ചേട്ടൻ. മ്യൂസിക് മോഹൻ സാറ്. പിന്നെ ലിറിക്സ് വിനയൻ സാറ്. സിനിമ ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ. ഇയർ 2002. പാടിയത് ദാസങ്ങള്. നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ത് പറയുന്നു? നല്ല പറയുന്നു. ആണോ? നല്ലത് തിരിച്ചു പോയാ? വാങ്കൂവറിൽ പോയാ? ഇല്ല, സ്കൂളിൽ പോയി. സ്കൂളിൽ സ്കൂളിൽ ഇവിടെ പഠിക്കുകയാണല്ലോ അല്ലേ? ഇവിടേക്ക് വന്നല്ലോ അല്ലേ? അവിടെ ബെഞ്ചമിനോട് അന്വേഷിച്ചായിട്ട് പറയണേ. പറയാം. അപ്പൊ നമുക്ക് പാട്ട് പാടിയാലോ? യെസ്, അതല്ലേ നല്ലത്. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. നീല നിലാവേ
അരെ വാ, സൂപ്പർ സൂപ്പർ, you, sir. കലക്കി എസ്തർ Thank you, കുട്ടി, sir. കലക്കി കലക്കി. പാട്ട് ഉം, 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 ഉം. പാട്ട് വളരെ നന്നായി. വളരെ 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 നന്നായി. താങ്ക് യു സർ. Super. താങ്ക് യു സർ. 3 പോയിന്റ്സ് ആണ്. ആ 3 പോയിന്റ്സ് എന്ന് പറയുന്നത് ഈസി അല്ല പടാൻ, ഒട്ടും ഈസി അല്ല. ബട്ട് യു മെയ്ഡ് ഇറ്റ് ലുക്ക് വെരി വെരി ഈസി. You nailed it. താങ്ക് യു സർ. താങ്ക് യു സർ. സബാഷ്. താങ്ക് യു സർ. ഒന്നാമത്തെ പോയിന്റ്, നാഴികക്കല്ല്. ഈ പാട്ടിൽ നാഴികക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താ? മൈൽ സ്റ്റോൺ. മൈൽ സ്റ്റോൺ. പാടിയത് തന്നെ മൈൽ സ്റ്റോൺ ആണ് പറയുന്നത് ഈ പാട്ടില്. താങ്ക് യു സർ. ഫസ്റ്റ് മൈൽ സ്റ്റോൺ. ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പാട്ടിൽ ശോകങ്ങൾ എന്ന് വന്നില്ലേ, അതൊരു ഉഗ്രൻ മൈൽ സ്റ്റോൺ ആയിരുന്നു. Yes, yes. താങ്ക് യു സർ. പിന്നെ ഒരു 3.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മാളൂര് എന്ന് വന്നില്ലേ, അത് ദാറ്റ് വാസ് എ സെക്കൻഡ് മൈൽ സ്റ്റോൺ. താങ്ക് യു സർ. പിന്നെ ഒരു ജീവിതം. 4-5 അത് തന്നെ 4-5 കിലോമീറ്റർ കഴിഞ്ഞു. ജീവിതമേ. 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 That was a third milestone. താങ്ക് യു സർ. ഈ 3 മൈൽ സ്റ്റോൺസും കറക്റ്റ് ആയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് അങ്ങനെ അടിച്ച് ഞാൻ പാടിയിട്ടുണ്ടേ എന്ന് പറഞ്ഞ് യു ആർ ദ ക്വീൻ ഓഫ് ദ ഷോ. പിന്നെ ഏറ്റവും അവസാനം പാടി അവസാനിപ്പിച്ചപ്പോഴത്തേക്കും ആ ചെസ് ബോർഡ് പോലത്തെ കൊടിയില്ലേ അവിടെ ആദ്യം അങ്ങനെ ചെസ് കളിക്കാൻ പോലെ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചു ഞാൻ. മറ്റേ ഫോർമുല 1 ഒക്കെ അവസാനം മനസ്സിലായി. അതെ, ബ്ലാക്ക് ഫസ്റ്റ് അടിച്ച ഇങ്ങനെ വിഷുല്ലേ. അപ്പൊ ഒരു കൊടി കൊത്തി. അതെ, അതാണ്. താങ്ക് യു സർ. ഒട്ടും Thank you, എക്സാജറേഷൻ sir. അല്ല അങ്കിൾ പറഞ്ഞ Thank കൃത്യം you, sir. കാര്യമാണ് പറഞ്ഞത്. താങ്ക് യു സർ. അത് മിടുക്കിയായിട്ട് മിടുക്കിയായിട്ട് പാടി. താങ്ക് യു സർ. അതാണ് നമുക്ക് സന്തോഷം. യെസ്. ഇംപ്രൂവ്മെന്റ് എന്നുള്ളതല്ല, വേറൊരു ലെവൽ, Yes. നെക്സ്റ്റ് ലെവൽ, അപ്ഗ്രേഡഡ് വെർഷൻ ഓഫ് എസ്തർ. യെസ്. അപ്പൊ അപ്ഗ്രേഡഡ് ആവുന്നുണ്ട്, അതിന് എല്ലാ ടാലന്റും ഉണ്ട്, അതിന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൂടെയാണ്. താങ്ക് യു സർ. ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അപ്പൊ ആ ഹാർഡ് വർക്ക് വരുന്നുണ്ട്. അപ്പൊ ഫോക്കസ് വരുന്നുണ്ട്. ഫോക്കസ്, ഹാർഡ് വർക്ക്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അതൊരു ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. നമുക്കൊരു വിൻ വിൻ സിറ്റുവേഷനിൽ എത്തണമെങ്കിൽ അങ്ങനെ ഫോക്കസും ഹാർഡ് വർക്കും വേണം. മോളത് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള അമ്മയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് മോക്ക് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി ഫൈൻ. അപ്പോൾ മുന്നോട്ട് അങ്ങനെ ഡബിൾ അടിച്ച് പോട്ടെ. എന്തിനാ ഡബിൾ അടിക്കുന്നത്? നന്നായിട്ട് പാടാൻ. നന്നായിട്ട് പാടാൻ. ഡബിൾ അടിക്കുന്ന എന്താ? എനിക്ക് മനസ്സിലായില്ല. എന്നാലും സൂപ്പർ ആവട്ടെ, അതാണ് ഉദ്ദേശിച്ചത്. ബസ് ട്രാവലർക്ക് ടിങ് ടിങ്. അപ്പൊ ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. എന്താ അർത്ഥം? സ്റ്റോപ്പ്. നിർത്തി. സ്റ്റോപ്പ്. ടിങ് ടിങ്. ഓടിച്ചു. അതിന് ഡബിൾ അടി. പോട്ടെ 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 പോട്ടെ. ഇങ്ങനെ പോട്ടെ കേട്ടാ. അതെ, എനിക്കും അത് തന്നെ എസ്തർ ബേബി പറയാനുള്ളത്. MJ സർ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന പോലത്തെ ഒരു വാക്ക്, മിഡു 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 മിടുക്കി. അതെ, എൻഫീൽഡ് ബൈക്ക്. അതെ, മിടുക്കി മിടുക്കി. എനിക്ക് അത്ഭുതപ്പെടുത്തിയത് ആ ബ്രെത്ത് കപ്പാസിറ്റി ആണ് ഇന്നത്തെ പെർഫോമൻസിൽ. അത് എക്സെപ്ഷണൽ ടാലന്റ് ആണത്. അത് ചെറുതെ അല്ല, വെറുതെ കിട്ടിയാൽ പ്രാക്ടീസ് ചെയ്ത് അത് വരുത്തിയത് കേൾക്കാനുണ്ട് പാട്ടില്. അതുപോലെ അത് ഫീൽ നല്ല രസത്ത് പാടി വന്നിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. നല്ല മിടുക്കി. എനിക്ക് ഒരുപാട് ഭാഗങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബ്രെത്ത് കപ്പാസിറ്റി ഈസ് എക്സെപ്ഷണൽ. പറയാനില്ല. ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു ചേച്ചി. എസ്തർ കുട്ടി, എന്തോ എസ്തർ കുട്ടി ഇതുവരെ പാടിയതിൽ മധുവങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെയാണ്. എന്നെയോ അതിന് കൂട്ടിക്കോ. ഇന്ന് പാടിയതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു അങ്കിൾ. നല്ല തേനൊഴുകണ പോലത്തെ ശബ്ദമായിരുന്നു ഈ പാട്ടിന്. ആ ശബ്ദവും കൂടി ആയപ്പോ നന്നായിട്ട് മാച്ച് ചെയ്തു എന്ന് പാടി. താങ്ക് യു സർ. ഓക്കെ. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ നല്ല കൺസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇന്ന് കുറെ മൈൽ സ്റ്റോൺസ് പറഞ്ഞില്ലേ, ആ ഭാഗങ്ങളൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു.
താങ്ക് യു അതുകൊണ്ടാണ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞത്. താങ്ക് യു സർ ഇന്നത്തെ പെർഫോമൻസും ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കട്ടെ. താങ്ക് യു സർ ഓക്കെ, താങ്ക് യു സർ ഇതുപോലെ ഇനി അനേകം മൈൽ സ്റ്റോൺസ് കൂട്ടി വെക്കണം. കൂട്ടി വെക്കും വെക്കൂലേ? ആ വെക്കും ഓക്കെ, മധുവങ്കൾ ഹാപ്പിയായി ഇന്നത്തെ പാട്ട് കേട്ടു. താങ്ക് യു സർ വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പിന്നെ പ്രത്യേകം എനിക്ക് എടുത്തു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എഴുതിയിരിക്കുന്ന വിനയൻ സാറാണ്. വിനയൻ സാർ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. വളരെ വളരെ നല്ല അവസരങ്ങൾ സിനിമയിൽ എനിക്ക് തന്നിട്ടുണ്ട്. അത് എന്നും വളരെ സ്നേഹപൂർവ്വം തന്നെ ഓർക്കാണ്. ഈ നിമിഷത്തിലും അതുപോലെ ഓർക്കാണ്. ഈ അത്ഭുത ദ്വീപില് നമ്മുടെ മധുവും ചിത്രചേച്ചിയും പാടിയ ശ്യാമമോഹിനി എന്നുള്ള പാട്ട്, ആ പാട്ട് അത് വിനയൻ സാർ എഴുതിയതാണ്. അപ്പൊ വിനയൻ സാറിന് ഒരു വലിയൊരു ഹായ് ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. അതുപോലെ തന്നെ വേറൊരു പാട്ടും ഞാൻ വിനയൻ സാർ എഴുതിയത് പാടിയിട്ടുണ്ട്, യക്ഷിയും ഞാനും എന്നുള്ള സിനിമയില്. അത് രവീന്ദ്ര മാഷിന്റെ മോന മ്യൂസിക് ചെയ്തിരിക്കുന്നത്, സാജൻ മാധവ്. വൃന്ദാവനമുണ്ടോ രാധേ നീയില്ലാതെ, മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ, ഹരിമുരളിക പാടി ഗോപാങ്കനയോടായി നീയില്ലാതിനിയുണ്ടോ, വൃന്ദാവനമുണ്ടോ രാധേ നീയില്ലാതെ, മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ. അപ്പൊ നമുക്ക് മാർക്കിലോട്ട്. യെസ്. എസ്തർ 19 തുടങ്ങിക്കോ. 91 92 93 94 95 96 97 98 99 ഇനി നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ എസ്തർ കുട്ടിയാണ്. എസ്തറിന് ഏറ്റവും ഇഷ്ടം മധുവിനാണ്. ഓക്കെ, ആണോ എസ്തറെ? അതെ അത് ആണ്. അത് മാത്രമല്ല, വരുന്നു. അവിടെ പോയ ഡയറി മിൽക്കും കിട്ടും. എസ്തർ കുട്ടി, നിന്റെ പല്ലിൽ പൂപ്പലുണ്ടോ? പൂപ്പലേ വിട. രണ്ടു നേരം പല്ല് വയ്ക്കൂ. വലിയ വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഈ വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ വലിയ ടൂത്ത് പേസ്റ്റ് കഴിക്കുമെന്ന് രണ്ടു നേരം കഴിച്ചോളൂന്ന്. എന്തായാലും ഇത് കലക്കി ഇതുപോലെ ആവട്ടെ. ഇനി അടുത്ത് ഇനി വരുന്ന എല്ലാ പെർഫോമൻസും ഇതിലും നന്നാക്കാൻ ശ്രമിക്കണം. ഓക്കെ. ഇതുവരെ പാടിയതിൽ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. എനിക്ക് മാത്രമല്ല ഇഷ്ടം. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു മധു. താങ്ക് യു എസ്തർ കുട്ടി. ബൈ ബൈ.